ഇന്നത്തെ റൈഡ് റെക്കോർഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ സാധനങ്ങളും എടുത്ത് ബാഗിൽ പൂട്ടി വെച്ചേക്കുന്നു. പക്ഷേ നിങ്ങൾ തന്നെ നോക്കുന്നുണ്ട്, ഇതൊക്കെ കണ്ടിട്ട് ആർക്കാണ് റെക്കോർഡ് ചെയ്തിരിക്കാൻ പറ്റുന്നത്. അപ്പം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആണ് നാടുകാണി ചുരം, നമ്മുടെ നിലമ്പൂരിലെ സ്വന്തം നാടുകാണി. നാടുകാണി ചുരത്തിൻ്റെ ശരിയായിട്ടുള്ള ഭാവമാണത്. ഓ മൈ ഗോഡ്, സീ ദിസ് മച്ചാൻ. എൻ്റെ മോനെ, എനിക്കറിയില്ല എത്രമാത്രം ഇതിൽ കാണുന്നുണ്ടെന്ന്. പക്ഷെ കണ്ടോ, കയറി വരുന്നുണ്ടോ കോടാ. ഇതാണ് സീൻ ഇവിടെ. നമ്മളിപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലോട്ടാണ്. ബാംഗ്ലൂർ പോകുന്നത്. അപ്പോൾ പിന്നെ എത്ര പ്രാവശ്യം റെക്കോർഡ് ചെയ്ത സ്ഥലമാണിത്. എന്തിനാ വീട്ടിൽ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ റെക്കോർഡിങ് ഓണാക്കുന്നത്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി, റെക്കോർഡിങ് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ വലിയൊരു നഷ്ടമായിരുന്നു. മഴയൊക്കെ പെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ സാധനം എടുത്ത് സെറ്റ് ചെയ്ത് ഫുള്ള്. കാരണം ഞാൻ ഗോപുരമൊക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇത് സെറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സെറ്റ് ചെയ്തത് ഇവിടെ എത്തിയിട്ട് ഈ ഒരു സാധനം കണ്ടപ്പോൾ, ഈ ഒരു ക്ലൈമറ്റ്, ഈ ഒരു സംഭവം കണ്ടപ്പോഴാണ് ഞാനിത് സെറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ക്യാമറ എടുക്കണ്ടെന്ന് വിചാരിച്ചത് ക്യാമറ സെറ്റ് ചെയ്യുന്നില്ലാന്ന് വിചാരിച്ച് ബാഗിലിട്ട് തിരിച്ച് അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് എങ്ങോട്ടേലും പോകുന്നത് വീട്ടെടുക്കാം എന്നൊക്കെ വിചാരിച്ച സാധനം ഇപ്പം ഇല്ല. ഇവിടെ നമ്മൾ ഓപ്പണായി. കാരണം വേറെ ഒന്നുമല്ല, അടിച്ച് പാടെന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ. വേറെ മൂഡ് ലെവല്. ഇത് സമയം 1:30 ആവട്ടെ. ഇപ്പം ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് കേട്ടോ ഇത് നടക്കുന്നത്. ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്. ഇപ്പോൾ ഫുൾ ഹെവി കോട കാണിച്ചു തരാം. ഓയ്യോ, സീൻ കോട വേൻ. എൻ്റെ പോലെ സെറ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും അത് നിലമ്പൂരോ മലപ്പുറമൊക്കെ അടുത്തുള്ള ആൾക്കാർക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. എന്തെങ്കിലും സാറ്റർഡേ സൺഡേ ചുരത്തിൽ വന്നിരിക്കേണ്ട ആൾക്കാരുണ്ട്. ചുരം പക്ഷേ ഇപ്പം കുറച്ചും കൂടെ സ്ട്രിക്റ്റാണ്. ഇവിടെ വന്നിരുന്ന് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല. നമ്മളിവിടെ പ്ലാസ്റ്റിക് ഇടുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യരുത്. കാരണം ഒരു ഭംഗിയുണ്ട്. നമ്മളിത് നിലനിർത്താൻ വേണ്ടി നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാന്നുള്ളത് ചെയ്തു കൊടുക്കണം. ഗവൺമെൻറ്റും അതേപോലെ നമ്മുടെ വി എം സാദിഖലി ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വി എം സാദിഖലിയാണ് ഇതിൻ്റെ ഇനിഷ്യേറ്റീവ് മുഴുവൻ എടുത്തത്. ആൾക്കൊരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് റൈഡിങ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ നാടുകാണി ചുരം. എല്ലാം കഴിഞ്ഞ് വഴിക്കടവിൽ നിന്ന് കയറുമ്പോണ്ടല്ലോ നമ്മുടെ മൊത്തത്തിൽ, അതായത് നമ്മൾ ജസ്റ്റ് നമ്മളൊരു അടിപൊളി സ്ഥലത്തോട്ടാണ് പോകുന്നത്. എല്ലാവരും നമ്മൾ അതിലെല്ലാവരും ആസ്വദിച്ച് സ്ഥലമാണ്. ചെറിയ ഓഫ് റോഡ് അല്ലേ, ആസ്വദിച്ചൊക്കെ പോകെ. ഞാൻ പറയുന്നത് എത്രമാത്രം കേൾക്കുന്നുണ്ടാവും നിൽക്കാനുള്ള. കാരണം വണ്ടികൾ കാണുന്നത് ഞാൻ മൈക്ക് ഫിക്സ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പറയുന്നതൊക്കെ അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. വന്ന് തമിഴ്നാട് വന്നിട്ടുണ്ട്. എന്നിട്ട് മോനൊക്കെ ഓടാതെ
അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല. വെച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സെറ്റാക്കണം. അവിടെ ഇവിടെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. ഇവിടെ ഇറങ്ങിയുണ്ട്, പക്ഷേ ആരും ഇവിടെ ഇറങ്ങാൻ പറ്റരുത്. ഫോട്ടോ എടുക്കാൻ നമുക്ക് ചെറിയൊരു ചെരുവുണ്ട് കേട്ടോ. ഗോപ്രോ എടുക്കും. അത് നോക്കി, ആ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഒന്നും നമുക്ക് കാണാനില്ല കേട്ടോ. സീൻ കോട, ഫസ്റ്റ് കോട. ഇതിലും കൂടുതൽ എന്ത് വേണം ഈ ട്രിപ്പിന്? പോയിട്ട് തിരിച്ചു വരണം. ഇവിടെ നിന്നാൽ മതി. കോടാന്നൊക്കെ പറഞ്ഞാൽ കോട ഇതാണ്. യെസ്, മലപ്പുറം ഈ ഒരു ഏകദേശം ഏരിയയിലുള്ള ആൾക്കാർക്കുണ്ടല്ലോ കോട കിട്ടണമെന്ന്, തിരിച്ചാതി കോട കിട്ടണമെന്ന്. നാട് കാണിക്കാൻ നോക്കി എനിക്ക് മുന്നിലുള്ളൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. സിനിമയിലെ ഓളാണ് ഇതൊന്ന്. കിട്ടില്ല സ്ഥലമാണ്, കിട്ടില്ല സ്ഥലം, ഒന്നും പറയാനില്ല. ചെറിയ ചാറ്റൽ മഴയായിട്ട് നല്ല കോടയും സീൻ വൈബും മോനെ. കിട്ടില്ല ഒരു ചായയും കൂടെ കുടിച്ചാണല്ലോ സെറ്റ് എന്ന് പറഞ്ഞാണല്ലോ സെറ്റ്. ഇതിലും കൂടുതൽ നമുക്കൊന്നും വേണ്ട എന്ന് പറയുന്നൊരു സ്റ്റേറ്റില്ലേ. ഞാൻ ഭയങ്കര ഒരു ഫ്രസ്ട്രേറ്റിംഗ് സ്റ്റേറ്റിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂർ പോകാനാണെങ്കിൽ ഞാനിന്ന് ഇറങ്ങണോ വേണ്ടയോ എന്നൊക്കെ ഒരു സംഭവം ആലോചിച്ചിട്ടാണ് ഞാനിവിടെ വന്നത്, ഇറങ്ങിയത് രാവിലെ തന്നെ. പക്ഷെ ഇവിടെ എത്തി ആഫ്രിക്കൻ കാടുകളിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങളല്ല, അവർക്ക് അതിൽ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇവിടേക്കാണെങ്കിൽ ഡ്രൈവേഴ്സ് നമുക്ക് വണ്ടി എടുക്കാനും പീസ്ഫുൾ അടിപൊളി. ഇത് ഫുള്ള് സെറ്റാണ് കേട്ടോ. അടിപൊളി ഏരിയ ആണ്, നല്ല ഇതിലെ സ്ഥലമാണ്. എനിക്ക് ആൾക്കാരുടെ മുന്നിൽ വ്ളോഗ് ചെയ്യാനൊക്കെ കാണാനായിരുന്നു. വാക്കുകളൊന്നും കിട്ടുന്നില്ല വഴിയിൽ. സോറി, ചെറിയ പറയാൻ പറ്റില്ല. വാക്കുകളൊന്നും കിട്ടുന്നില്ല. വേഗം വിട്. ശരിയാണല്ലോ. ചവിട്ടിക്കില്ല അത്രേ ഉള്ളൂ. ഈ വളവിൽ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ വളവിൽ നിർത്തിയിട്ടെന്തിനാ ഫോട്ടോ? എൻ്റെ ഓനതാ ഫോട്ടോകൾ ഏതാ സീന്, ഏത് വൈബ് ഏതാന്ന് നോക്കിയാൽ. ഞാൻ പറയണമൊന്നും കേട്ടില്ലെങ്കിൽ നിങ്ങളിത് കണ്ടാൽ മതി, നിങ്ങൾക്ക് വൈബാവും. നിങ്ങൾ മൂടായിട്ട് ഇങ്ങോട്ട് കയറി വരും. ഇത്രേ ഉള്ളൂ പരിപാടി. 1:34 നാടുകാണി ചുരത്തിൻ്റെ അവസ്ഥയാണിപ്പോൾ. ഓക്കെ, സെറ്റല്ലേ? എനിക്ക് ഹൈവേ വഴി പോയി കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് കിട്ടുന്ന വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഞാൻ അധികം നാടുകാണി വണ്ടിക്കൂറൊന്നും വണ്ടി ഓടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ എന്തോ ഒരു മനസ്സിലായ പോലെ എനിക്ക് തോന്നുന്നു ക്യാമറ ഇച്ചിരി ചെരിഞ്ഞിട്ടാണോ ഇരിക്കുന്നത് തോന്നുന്നുണ്ട്.
ആർ ലിവിങ് കേരള സ്റ്റേറ്റ് മിസ് അഗെയിൻ. താങ്ക് യു. PWD ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളാണ് വന്നിരിക്കുന്നത് കാണിക്കാനാണ്. കേരളത്തിൽ നല്ല റോഡുകൾ കാണാൻ പറ്റാം. ഇതാണ് ഇവിടെ കാണുന്നത്. സീനാണ്. ഇത് കാണാൻ വേണ്ടി പോരുന്ന ഞാനിത് കാണാൻ വേണ്ടി പോയിരുന്നു. ഞാനെൻ്റെ ചെറുപ്പത്തിൽ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഒരു പ്രാവശ്യം ഇത് കയറി വന്നു. താമരശ്ശേരി ചുരം, താമരശ്ശേരിയില്ല, നാടുകാണി ചുരം. എന്ത് പറയാം, പുതിയ ഇതൊന്നും കാണാൻ നാടുകാണി ചുരം കയറി വന്നിട്ട് എൻ്റെ മോനെ എന്താ ഇത്. സാധാരണ ഒരു നീളം പറഞ്ഞാൽ കൂടുതലൂടെ വന്നു ഒരു തുള്ളി ഒന്നും കാണില്ല. പക്ഷേ ഇത് സീൻ ഓൺ നോക്കിയാൽ ഇത് ഏതോ വേറെ പ്ലാനറ്റിൽ പോയ പോലത്തെ സീനാണല്ലോ. പത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് സാധനങ്ങൾ ആളുകൾ. ഞാനിങ്ങനെ സാധനം ഇത്ര ഷേക്കാവുന്നല്ലോ. നോക്കി ഒന്നും പറയാനില്ല. ഞാനല്ലേ പോകുള്ളൂ. ആർക്കൊക്കെ വേണമെങ്കിൽ സ്കൂളിൽ പോയാലും കുഴപ്പമില്ല. ഞാനല്ലേ പോകുള്ളൂ. മാക്സിമം ഫോൺ ഏരിയയാണ്. അതായത് ഇവിടെ വന്നിട്ട് ഫോൺ കണ്ടാൽ ആക്സിഡൻ്റ് ഉണ്ടാവും. മനസ്സിലായോ? എനിക്കിത് വളരെ ശ്രദ്ധിക്കണം. കാരണം എൻ്റെ മക്കളെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ്. നമ്മളാകെ വന്നു വയ്ക്കുന്നത് ഓക്കെ. വണ്ടി നിർത്തിയിട്ടില്ല. മഞ്ഞ് കാണാൻ ഫുള്ള് പാർക്കല്ലിൻ്റെ ഇടയിൽ പെരുകയാണ് തള്ളൻ. ഫുള്ള് വൈകു പിള്ളേരൊക്കെ ഫുള്ള് വൈകു ഫുള്ളൊന്നുമില്ലായിരുന്നു. രസമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലമ്പൂർ വരിക. ആരാണെങ്കിലും നിലമ്പൂർ വരിക. നിലമ്പൂരിൽ നിന്ന് നേരെ വഴിക്കടവ് നാടുകാണി. അതായത് നിലമ്പൂരിൽ നിന്ന് ഊട്ടി പോകുന്ന റൂട്ടിൽ കയറിയാൽ മതി. നാടുകാണി ചുരം കിട്ടും. നാടുകാണി ചുരത്തിൽ വരേണ്ട സമയമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ വന്നു കഴിഞ്ഞാലും അധികം ഇങ്ങനത്തെ ക്ലൈമറ്റ് ആയിട്ട് അതും നല്ല മഴയുള്ള സമയമാണെന്ന് പറയുകയാണെങ്കിൽ ഒട്ടും ബേജാറാവണ്ട. വണ്ടി എടുത്ത് വന്നോളൂ. ചെറിയ കേരളത്തിൻ്റെ റോഡ് അടിപൊളിയാണ്. പക്ഷേ തമിഴ്നാടിൻ്റെ റോഡ് അത്ര അടിപൊളിയല്ല. ഇപ്പം പണ്ട് തമിഴ്നാട്ടിൻ്റെ റോഡ് അടിപൊളിയായിരുന്നു. കേരളത്തിൻ്റെ റോഡ് അടിപൊളിയായിരുന്നില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒരു വേറെ മൂന്ന് സാധനം കിട്ടും. വലിയ സീനൊന്നുമില്ല. ഞാനിതൊരു സ്പീഡിൽ വിട്ടിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നമ്മൾ സ്പീഡിൽ വിട്ടിട്ടെന്ന് കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, ഞാൻ നല്ല തന്നെ പോകും കേട്ടോ. ഞാൻ ഓട്ടേക്ക് ഒന്നുമല്ല, ഞാൻ സ്പീഡിലൊന്നും പോകില്ല. അപ്പോൾ ഞാൻ എന്താണ് കുഞ്ഞിൻ്റെയൊക്കെ വലുപ്പം ഒന്നും ചെയ്യാൻ നടക്കില്ല. അപ്പോൾ ഇതിന് കൂടുതൽ കോടയാണ് മേലെ. നമ്മളന്ന് നേരത്തെ വരുമ്പോൾ നമ്മൾ ആ സൈഡിലുള്ള മലയാണ് കണ്ടത്. ഞാൻ സൈഡിലുള്ള മലയല്ലേ, അത് നമ്മുടെ ആവില്ല, നമ്മൾ പോകുന്ന റൂട്ട് ആവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ക്യാമറ ഒന്ന് സെറ്റ് ചെയ്യേണ്ടത്. ഫുൾ ക്യാഷ്വലായിട്ട് ഞാൻ പറയണത് നിങ്ങൾക്ക് എത്രമാത്രം കേൾക്കുമെന്ന് അറിയില്ല. വീണ്ടും ഞാൻ പറയാണ് പറയണത് ചിലപ്പോൾ കേൾക്കാം. പക്ഷേ എന്നാലും ഞാൻ പറയണത് പോലെ ബോത്ത് കമ്മിങ് ഫോർ ഐ പോയി ഞാൻ കുറച്ചൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ ഇവിടെ മൈ എനിക്ക് ടെൻഷനാണ്. ഞാൻ റോഡ് കൂടെ നല്ല ഓടിക്കുന്നത്. ഞാൻ ഏത് കൂടെ ഓടിക്കുന്നത്. ഞാൻ ആകെ മറ്റേ സാധനമില്ല, നമുക്ക് സാധനത്തെ അവസ്ഥയ്ക്ക് വന്നാണ്. അപ്പോൾ ഞാൻ ആ ആക്സിഡൻറ്റ് കിട്ടിയതും ഞാൻ വേറൊന്നിനും മെല്ലുന്നില്ല. ഞാൻ ആൾക്കാരും മെല്ലായിരുന്നു, ഒത്തിരി മെല്ലായിരുന്നു.
വലിയ ഉണ്ടാവും. അങ്ങനെ ആ ഒരു മൂഡിലാണ് ഞാനെല്ലാം ഒന്നൊന്നര സക്സസ്സായിട്ട് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഈ ഒരു സാധനം. അയ്യോ ഇതിൻ്റെ ഇടയിൽ എന്താ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാനില്ല. ഇതിങ്ങനെ നിന്ന് ആസ്വദിക്കാം, ഇതിങ്ങനെ കണ്ട് ആസ്വദിക്കാനേ പറ്റുള്ളൂ. ലഗേജൊക്കെ ഒന്നും കൂടെ അടിപൊളിയാണെങ്കിൽ നല്ല പണ്ടത്തെ ഫോട്ടോ എടുക്കണം. പക്ഷേ പണ്ട ഫോട്ടോസിൻ്റെ ആവശ്യമില്ല, വീഡിയോയിൽ നിങ്ങൾ കണ്ടോ, ഇതാണ് അവസ്ഥ. കണ്ടില്ലേ ഇതിലും ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ചർച്ചിൻ്റെ ഇടയിലുള്ള സ്പോട്ടാങ്ങൾ. എന്തൊക്കെ ഒരു കാണിക്കണമെന്ന് അതിൻ്റെ ഇടയിൽ നിർത്തണം. നിർത്തുകയാണെങ്കിൽ ഇതേപോലെ സൈഡിൽ എത്ര സ്ഥലമുണ്ട്, എവിടെയെങ്കിലും ഇറക്കി എത്തിയാൽ പോരെ. അത് പോരാടൊക്കെയാണ് അവരവിടെ നിർത്തുന്നത്. എനിക്ക് ചെറിയ തർക്കിക്കാൻ തന്നെ എനിക്ക് പത്തൊരു ഫോട്ടോ അവർക്ക് കിട്ടുമ്പോൾ എനിക്കൊരു ഏത് മനസ്സിലായ കാര്യം മനസ്സിലായോ? അത്ര തന്നെ അതന്നെ അസൂയ അസൂയായു മോനൊന്നും പറയണം. ഇന്നത്തെ വൈകി നമുക്ക് എല്ലാവരും അതെ അവിടെ നിന്ന് കണ്ടിട്ടത് അവിടെ പണ്ട് ആ ഒരു എന്തൊക്കെയോ ആൾക്കാരെ ഞാൻ നല്ല മതി അത് പറയാലോ. ഇഷ്ടമാണെന്നും വലിയ ഇതില്ല. ഞാൻ കാട്ടുന്നത് കാട്ടിൻ്റെ സാധനം വൈകിട്ടൊക്കെ ഇത് എറിയാണ് ടോപ്പിലാണ്. ഞാൻ ഒരു നല്ല ഉണ്ടായിരുന്നില്ല, അത് പൊട്ടി തെറിച്ച് ഒരു കളയുന്ന ദുബായ് കൊള്ള ആവേ ഒരു പേരുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്നത്? അത് തന്നെ വരിക, നേരെ നിലമ്പൂർ വരിക, നിലമ്പൂരിന് വഴിക്കളവ് അത് നമുക്ക് കിട്ടാനുള്ള റൂട്ടാണത്. പിന്നെ ഇതൊക്കെ ചായയുടെ കൊളുമ്പ് ഉള്ളിയിട്ട് മറ്റേ വന്നിട്ട് തൂക്കുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ മുഴുവൻ ടി എസ്റ്റേറ്റാണ്. കാരണം ഈ ഇപ്പം മറ്റേ കാട് കഴിഞ്ഞ ഒരു സൈഡിൽ ഒരു സൈഡിൽ കാട് തന്നെയാണ്, മറ്റേ സൈഡിൽ ഇപ്പോഴും എസ്റ്റേറ്റുകൾ. അത് പണ്ട് ഉണ്ടായിരുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എസ്റ്റേറ്റുകളൊക്കെ വിൽക്കാനുള്ള മോഡൊക്കെ കുറേ കാണാറുണ്ട്. ഞാൻ എൻ്റെ ഏറ്റവും ആഗ്രഹമുള്ളൊരു കാര്യമാണല്ലോ ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാങ്ങുന്നത്. ഈ ക്ലൈമറ്റുള്ള സമയത്ത് നമ്മൾ നോക്കി കുറേ ദിവസം ഇവിടെ മോനെ ഇത് പുകയല്ലാട്ടോ, മറ്റേ ലോറിന് വരുന്ന പുകയല്ലാട്ടത്. ഞാനിതാ കുറച്ച് എനിക്ക് റെസ്റ്റിന് വേണ്ടിയിട്ട്, പക്ഷേ എനിക്കൊന്നും കാണാനില്ല. അതൊക്കെ രണ്ടാമത് എൻ്റെ മോനെ എന്താടാ. അപ്പോൾ ഇവിടെ ഞാൻ വണ്ടി വെച്ച് ഫോട്ടോ എടുക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണ്. കാരണം എന്താ പറയുക, ബാക്കിൽ വരുന്ന വണ്ടികൾക്ക് നമ്മളെ കാണാൻ പറ്റില്ല. നമ്മൾ വല്ല ഇന്ത്യയിൽ പോയിട്ട് കഴിഞ്ഞാൽ വണ്ടി കാണും, എന്നെ കാണില്ല. ചിലപ്പം എന്നെ കൊണ്ട് പോവും, അത്രയ്ക്ക് കോടയിലാണ് നിൽക്കുമ്പോൾ. ഒരു മോനെ ഇവിടുന്ന് ഞാൻ പണ്ടെടുത്തൊരു ഫോട്ടോ ഉണ്ടോ അറിയാം, എൻ്റെ അത് ഞാൻ ഒരുപാട് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എൻ്റെ പ്രൊഫൈലുണ്ടാവും, ഞാനത് ആഡ് ചെയ്യാം. എന്തായാലും അതൊന്ന് കണ്ടു നിങ്ങൾ. ആ സമയത്ത് ഇവിടെ ഉണ്ടായത് അതും ചെറിയൊരു മഴയൊക്കെ ഉണ്ടല്ലോ. ആ സമയത്ത് ഇവിടുത്തെ എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് നോക്കി കൊണ്ടോ. എത്ര ആയി എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് റെക്കോർഡ് ആയിട്ടില്ലെങ്കിൽ കിട്ടാം. കാരണം വേറൊന്നുമല്ല, ഈ വഴിയൊക്കെ ഞാൻ തിരിച്ചുള്ള ആവശ്യമായിട്ടുണ്ടാവും. അവിടെ ഉണ്ടായിട്ടുണ്ട് ചെയ്യുന്ന പറഞ്ഞത് കണ്ടില്ല അറിയില്ല.
അപ്പോൾ ഞാൻ പോകില്ലെന്ന് പറഞ്ഞു. ഈശ്വരാ, ഇങ്ങനെയുണ്ട് ഒരു ക്ലൈമറ്റ്. പൊളിയെന്നൊക്കെ പറഞ്ഞാണ് ആ പൊളി ക്ലൈമറ്റാണ് കേട്ടോ. ശരിക്കുണ്ട്. അപ്പം ഞങ്ങൾ ഇത് സ്ഥിരമായിട്ട് എടുക്കുന്ന റൂട്ടാണ്. ബാംഗ്ലൂർ പോകുമ്പോൾ ഞാൻ എപ്പോഴും എടുക്കുന്ന ഒറ്റ റൂട്ടിലാണ്. എനിക്ക് ഹൈവേ ഉണ്ട്, അടിപൊളിയായിട്ട് പറത്ത് പോകാം. ചിലപ്പോൾ ഇല്ലാണ്ട് ജലത്തിലേക്ക് കിട്ടും, കുറച്ച് ആൾക്കാർക്ക് കൂടുതലാണ്. എന്നാലും എനിക്ക് ജലത്തിലേക്ക് കിട്ടും. ഒരു കണ്ണ് പോലും ഒരു മരമില്ല ഹൈവേ കയറി കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒരു 5 മിനിറ്റ് നോക്കി ശരി അത് നടുന്ന് ഉറപ്പാന്ന് വിചാരിക്കുക. എല്ലാം ഉണ്ട് എന്താണെന്ന് പറയാം. അതായതൊന്നും കൊള്ളാൻ പാടില്ല, തെറ്റാണ്. ഇപ്പം മനസ്സിലാവുണ്ടാവും ഇവിടുത്തെ ഇതിൻ്റെ ഡെൻസിറ്റി എന്താണെന്നുള്ളത്. കളിയല്ല ടൈമിൽ കളിയല്ലാന്ന് പറഞ്ഞാൽ കളിയല്ല. ഞാൻ കണ്ടിട്ടിപ്പോൾ ഓരോ സമയത്ത് ഇപ്പോൾ വന്നിട്ട് കുറച്ച് കാലത്ത് അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടിട്ട് കുറച്ച് കാലം ചൂടായി, ഫുൾ അടിപൊളി ചൂടായി. മാത്രമല്ല ഇത്രയും കൂടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ അടുത്ത് കുറേ കാലമായിട്ട് എങ്ങോട്ടും ട്രാവൽ ചെയ്യാറില്ല. അങ്ങനെ ട്രാവൽ ചെയ്യാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ഞങ്ങൾ ഗോവയിൽ പോകുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഘാട്ടിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇതൊന്നും വേറെന്തെങ്കിലും വേറെ ഉണ്ട്. കാരണം ഇത് വേറെ മൂന്നാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാൻ കാരണം വേറെ ഒന്നല്ല. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. അതേപോലെ ഇപ്പം ഈ റോഡ് എൻ്റെ ഫേവറേറ്റ് റൂട്ടുകളിൽ ഒരു കുറച്ച് റൂട്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ഞാൻ മൂന്നാറോ അല്ലെങ്കിൽ ഗ്യാപ്പ് റോഡിലോ ഒന്നും അങ്ങനെ പോയിട്ടില്ല. പക്ഷേ ഈ റോഡ് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ കണ്ടിട്ടുള്ള കാറ് നമ്മളുടെ വിഷയം നടക്കുന്നുണ്ടാവും. ഫുള്ളായിട്ട് നോക്കണ്ടാവും. ഉണ്ടാവും പോട്ടെ എടുക്കാം. അപ്പുറത്ത് വണ്ടിയൊന്ന് കയറ്റിയിട്ടുള്ള പ്രതീക്ഷയിലാണ് ഹോട്ടലിൽ ഈ സപ്പാണ്. ഞാൻ വേറെ ഹബ്ബുമാണ് എൻ്റെ ഓണ നോക്കി ഓണേതാ തോടേതാന്ന് അറിയാത്ത അവസ്ഥയുണ്ട്. വെള്ളമില്ല, മഞ്ഞ്. എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അവരൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ടാവുക അതൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ സംസാരിക്കും. അങ്ങനെ ഭയങ്കര ഈ നമ്മുടെ മലയാളികൾ നടക്കുന്ന ചായക്കട തീരെ കയറാതിരിക്കുക. ഞാൻ കയറുന്ന ചായക്കടകളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ ഉണ്ടാക്കില്ല. അങ്ങനത്തെ ചായക്കടകളുണ്ട്. ഞാൻ വന്ന സ്പോട്ടിൽ ഇറങ്ങുന്നു, ചേട്ടാ ചായ എന്ന് പറയുമ്പോൾ ചായ സന്തോഷത്തിനാണ് ഓർമ്മയില്ല. ഒരു സുഖം എത്ര രസമായിട്ട് ഞാൻ അടുത്ത മഴ പോകുന്നുണ്ട്. അപ്പളേക്ക് ചെറിയ മഴയും കണ്ടു. അപ്പം തെറ്റാണ്. നമ്മൾ വണ്ടികളിൽ ഒരു ഉപകാരം ഇതാണ് കേട്ടോ. ഏത് സാധനത്തിനും ഇതൊരു ഇപ്പോഴെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇതെനിക്ക് മൈൻഡൊന്നുമില്ല വിൽക്കാൻ. ഇത് ഞാൻ വീണ്ടും തരും. ഇത് ഞാൻ വീണ്ടും ഇട്ടുന്നില്ല. ആപ്ലിക്കേഷൻ ഞാൻ എനിക്ക് ഒന്നെങ്കിൽ റൈഡ് കഴിയുന്നതോടുകൂടി ഞാൻ ഈ വണ്ടിയുടെ മറ്റേ സെൻഡ് ചെയ്യാനുള്ള ആഡ് ഓയിൽ വീണ്ടും ചെയ്തിട്ടുണ്ട്. കാരണം പോയി എന്ത് നിനക്ക് കണ്ടുകാണില്ല. പൊട്ടത്തരം കാണിക്കുന്നതാ അവിടെ കാണിക്കുക. ചായ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കുറച്ച് നേരം ചിന്തി തല്ലാം നയിച്ചേക്കില്ല. നല്ലൊരു ഒഴിഞ്ഞ് ചായ ഒരു ചായ മാത്രം മതി. ചായ ഒരു പഴംപൊരി കിട്ടണമെങ്കിൽ പൊളിയായിരിക്കും. ചായ മാത്രം കിട്ടിയാലും ഞാൻ ഹാപ്പിയാണ്. നമ്മൾ നാടുകാരുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോവുകയാണ്. ഫ്രണ്ടിലോട്ട് പോകും. നാടുകാരുടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് അവനാണ് എന്താ മണി ഓണസിറ്റി കളിയൊന്നും ഉറങ്ങലില്ല. ഉറങ്ങലെല്ലാം ഉണ്ടാവും. അതൊക്കെ ലൈഫ് ചെയ്യാൻ അത് ചെയ്യുമ്പോൾ കാരണം സംഭവം ശരിയാണ്. 6 മാസം ഇവർക്ക് ചിലപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൻ്റെ ഭാഗമായതുകൊണ്ടും വില്ലേജ് ചെയ്യുന്നുണ്ടും ചൂടാണെങ്കിൽ നല്ല ചൂടുണ്ടാവും. ശരിയാണ് നിൽക്കുന്നത്. ഞാൻ അടിയാണ് വിചാരിച്ചത്. അടിയല്ല എന്താ കൂടുതലാണ്
നല്ല പോകുന്നു. അയ്യോ കാണത്തില്ലട്ടോ. അപ്പോൾ ഓൾറെഡി അടിപൊളി അടിപൊളി എല്ലാവരും ആണ് എല്ലാവരും ആണ്. അതാ രണ്ട് മാത്രമേ കാണുള്ളൂ കേട്ടാ. ആ പിള്ളേർ നമ്മളോട് ഹായ് പറഞ്ഞു പോകുന്ന പിള്ളേരാണ്. നമ്മൾ ഹായ് പറയാൻ അതുകൊണ്ട് കേട്ടാ ബസ്സൊന്നും വരുന്നത് കാണാൻ പോലും ഇല്ല. ഏതാ മൂന്ന് ഇടാറില്ല എന്നുള്ളത് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ എന്താണെങ്കിലും കൂടി സാധാരണ നാടുകാണിയിലൊരു മനുഷ്യനുണ്ട്, ഞാൻ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അതുകൊണ്ടാണ് നാടുകാണിയെ പറ്റി കഴിഞ്ഞാൽ പറ്റി മാത്രം എടുക്കേണ്ടത്. പക്ഷെ അവിടെ എത്തിക്കുന്ന ഓണാണ്. നമുക്ക് കുറച്ച് മഞ്ഞ് ഉണ്ടാകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരു ക്ലൈമറ്റ് അറിയുള്ളൂ. കൂടുതലത്തെ കാലാവസ്ഥ എന്താണ്. ഞാൻ മെല്ലെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കേൾക്കുന്നുണ്ടോ. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നില്ല കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്തായാലും. എനിക്ക് ഈ വോയിസ് ക്ലിയർ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വോയിസ് മാത്രം അടിപൊളിയായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാം. ഞാൻ അപ്പോയിത് പക്ഷെ തീരൊന്നുമില്ല. സുഖമായിട്ട് പോവാം. ഇന്നത്തെ അതിൻ്റെ ഇടയിൽ വേറെ വെള്ളച്ചാട്ടം. പൊളി വെള്ളച്ചാട്ടം. അങ്ങനെ പല 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 ഇല്ല. അത് എന്താന്ന് പറയാ, 2 ദിവസം എടുക്കും. അതവിടെ കിടക്കുക. ഞാനതാ പോയിക്കൊണ്ടിരിക്കുക. ഞാനിപ്പോൾ ഇതാ ഗൂഡല്ലൂർ എത്താനായി. ശരി. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ അവർ ഇന്നലെ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നോക്കുമ്പം അതിന് കുറച്ച് ലീക്കേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആക്കിയിട്ട് 2 ദിവസം കഴിയും. ചൊവ്വാഴ്ചയൊക്കെ ആയിട്ടാണ് കിട്ടാന്ന് പറഞ്ഞു. ശരി. അതെ അതെ അതെ. ശരി ശരി. ഓണേ നോക്കിയോ, അവിടെ നിന്നൊരു വണ്ടി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ വണ്ടി കാണാനില്ല, ഒന്നും കാണാനില്ല. വണ്ടി പോയിട്ട് നമ്മുടെ പറ്റം പോലും കാണാനില്ല. ഇപ്പോൾ വന്നപ്പോഴാണ് ഈ വണ്ടിയൊക്കെ ഒന്ന് കാണാനായി. ജസ്റ്റ് നോക്ക്. ഇവിടെ നിർത്തിയേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടോ, എത്രമാത്രം മഞ്ഞുണ്ടെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ്. സെറ്റല്ലേ, അടിപൊളിയല്ലേ. എല്ലാവരും
എല്ലാവരും ഒറ്റ അങ്ങനെയല്ലോ, എല്ലാവരും വണ്ടിയിട്ട് ആണായി സെറ്റായി ഇറങ്ങിയതാണ്. നമ്മൾ ഫുൾ ഓണായി സെറ്റായി ക്യാമറയും നമ്മൾ ഇറങ്ങിയതാണ്. ചെറിയ ചെരിവൊക്കെ ഉണ്ടെങ്കിലും സാരമില്ല, ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. എനിക്ക് നിങ്ങൾ അയ്യോ ദിസ് ഈസ് ഹെവൻ മാൻ, ദിസ് ഈസ് ഹെവൻ, ദിസ് പാർട്ട് ഓഫ് ദ വേൾഡ് ഇസ് ഹെവൻ. I don't know what part of the world is, but this part of the world is heaven. Maybe listen, but you have to see this place. Definitely have to see this place. This is why we say like we have to protect this place. ഇത്രയും ഭംഗിയുള്ള ഇത്രയും നല്ല നേച്ചറുള്ള സ്ഥലങ്ങൾ ഇത് നമ്മൾ ഇതുവരെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മലിനീകരണങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്ത് ഒഴിവാക്കി കൊടുക്കണം. പ്ലസ് എന്തെങ്കിലും മറ്റേ ജോജിക്ക് സ്റ്റഡിയോ എന്തെങ്കിലുമൊക്കെ ഒരു മുന്നറിയിപ്പോ എന്തെങ്കിലുമൊക്കെ പഠിത്തങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അപ്പം അടിപൊളി പെയിൻറ്റിങ്ങുള്ള അപ്പം അതൊക്കെ ഗവൺമെൻറ്റാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഇപ്പോൾ വയനാട്ടിൽ സംഭവിച്ച പോലെ ഇല്ലാണ്ടാവുകയോ ഒന്നും ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ സ്ഥലങ്ങളാണെങ്കിൽ പോലും നമ്മളത് രീതിയിൽ പറഞ്ഞു നോക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ ആരും ഒന്നും നോക്കുന്നില്ലാന്നോ അങ്ങനെയുള്ള അർത്ഥങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. അത് വേറൊരു കാര്യം, എന്തെങ്കിലും കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ട് പറഞ്ഞ കാര്യമല്ല. ഇത് ജസ്റ്റ് ഒരു കാരണം എൻ്റെ വീഡിയോ ഒന്നും ഇതുവരെ വൈറലായിട്ടില്ല. ചിലപ്പോൾ ഈ ഒരൊറ്റ പാർട്ട് മാത്രം കൊണ്ട് ഫുള്ള് വൈറലാവും. എൻ്റെ പിന്നെ കാറൊക്കെ വരുന്ന വരോ ശീലമാണ്. ഇത് ഇതാ ഫേസ്ബുക്കുണ്ട്, എല്ലാം ഉണ്ട്. ബീച്ച് ശരി, ഇത് ഏതോ യൂട്യൂബറാണല്ലോ ബീച്ച്. ഞാൻ ഇതുവരെ കണ്ടില്ല, നോക്കട്ടെ. ഞാൻ യൂട്യൂബിൽ എല്ലാം കാണാറുണ്ട്, ഞാനൊന്നും അപ്ലോഡ് ചെയ്യാറില്ല. ഞാൻ ഇതേപോലെ എടുക്കും കേട്ടോ, അല്ല എല്ലാം ഞാൻ എടുത്തിട്ട് ഞാൻ ഒന്നും ആ ബസ്സാണ് എൻ്റെ ബസ്സിന് गायब हो गया खत्म आता डाउनलोड मत अगले हम आना हमारा दोस्त എടാ 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 ഇതാണ് കർണാടക. ആ നോക്കി ഒന്നും കാണാത്ത ആ ഗ്യാപ്പ് കൂടെ ഞാൻ ഒരു കാര്യം അവിടെ നോക്കുമോ അങ്ങോട്ട് വേണ്ട കൊണ്ടുവന്നിലേക്ക് പോകുന്നു. ചായ ഉണ്ടോ? ചായ ഉണ്ടോ? ഞാനിപ്പോൾ ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയാണ്. അപ്പോൾ ആ കാണുന്ന കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് സെറ്റായി. ഇനി നമ്മൾ പോവാണ്. We are going to Bangalore again and again. ഇവിടെ എന്തൊക്കെ കാണുന്നുള്ള എനിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട് വരാൻ പറ്റുന്നു. ഞാൻ പറയാം ഇത്ര കാഴ്ചയൊക്കെ തമിഴ്നാട്ടിൽ മാത്രമേ കാണുള്ളൂ. എൻ്റെ ഇവിടെ എല്ലാം അതിനകത്തിരുന്ന് കാണാനേ നമ്മളെ വണ്ടി എടുത്തിരുന്ന് കാണാനാ. സാഹചര്യമല്ല. കൂടുതൽ ഒരു 7 കിലോമീറ്റർ ഉള്ളൂ. ചിലപ്പോൾ 7 കിലോമീറ്റർ കഴിയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആവും. ടൗൺ വന്ന സ്ഥലത്ത് വരും. എനിക്ക് സങ്കടമാണില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസ് പറഞ്ഞത് പണ്ട് ഞാൻ ഒരു പത്രം ചെയ്തതാണ് ഇവിടുന്ന്.
അത് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ സ്ഥലമാണ് കേട്ടോ, ഒന്നും പറയാല്ല. ഹോട്ടലിൽ കയറ്റി വിട്ടിട്ട് അവിടെ വെച്ച് വണ്ടി കൂട്ടുന്നുണ്ടല്ലോ, വണ്ടി മെല്ലെ പോയാൽ മതി. ഒന്നുമില്ല പോകാൻ എനിക്ക് വയ്ക്കുന്നത് സത്യം പറഞ്ഞിട്ട് ഭയങ്കര ഹാപ്പി മൂമെൻ്റാണ്. കിട്ടില്ല, കാരണം നമ്മൾ കുറേ നാൾ കാത്തിരുന്ന ഒരു മൂമെൻ്റാണ്. മാത്രമല്ല ഇവിടുത്തെ കുറേ ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ നാൾ തണുപ്പ്, കുറേ നാൾ എന്തെങ്കിലും നമുക്കൊരു വീടൊക്കെ വെച്ച് ചിലപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സാധനത്തിന് പ്ലാൻ ചെയ്ത് ഇങ്ങനത്തെ ഏരിയ കൊടൈക്കനാലിനെക്കാട്ടും ഇഷ്ടമാണ് എനിക്ക്. എന്നോട് ചിലപ്പോൾ എൻ്റെ നാടിൻ്റെ അടുത്തായതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ കൊടൈക്കനാൽ ഞാൻ കുറവായിരിക്കും പോയിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കും. പിന്നെ എന്തുകൊണ്ടോ മാത്രമല്ല, ബാംഗ്ലൂർ ഓരോ വട്ടം പോകുമ്പോൾ നമ്മൾ ഈ റൂട്ട് തന്നെ വീണ്ടും ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും കേട്ടോ. ഇതിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. അതായത് അങ്ങനെ വാക്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാവുന്നതിനും കൂടുതൽ സ്നേഹമുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കൂടല്ലൂരിനോടും കൂടല്ലൂരിനോടും നാടുകാണിയോടും അതേപോലെ എന്താണ് പറയുക, കയറി വരുന്ന സ്ഥലങ്ങളോടൊക്കെ ഭയങ്കരമായിട്ടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഞാൻ ഇപ്പോൾ നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രത്യേക കാര്യം അങ്ങനൊരു ഫീലിംഗ്. ഞാൻ ഈ വണ്ടിയെ ഒഴിവാക്കാത്ത എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എത്ര പോകുന്നുണ്ടെന്ന് എനിക്ക് ക്യാമറയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്യാമറയിൽ ആ വണ്ടി കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ടാണ് അത് വെച്ചേക്കുന്നത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. കാരണം നേരിട്ട് കണ്ണിൽ കാണുന്ന അത്ര എഫക്റ്റ് എന്തായാലും കിട്ടില്ല. ഞാൻ കാണിച്ചത് ഞാനിപ്പോൾ ഇങ്ങനെ സ്ലോ ആക്കുകയാണെന്നായിരിക്കാം ആ വണ്ടി പോയി. കണ്ടോ, ആ വണ്ടി അങ്ങ് മാറ്റി ഭയങ്കര മങ്ങി അങ്ങ് പോയില്ല. കാരണം അത്രയും കോട ഉണ്ടെന്നാണ് പറഞ്ഞത്, വേറെ ഒന്നുമില്ല. പിന്നെ അതാ ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് എൻ്റെ ഇത് നിങ്ങൾ വലിയ മരം മരം വീണേക്കുന്നു ചെറിയൊരു പുഴയൊക്കെ പോകുന്നുണ്ട്. മോയാറിലോട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. അപ്പം വീട്ടിൻ്റെ മേലേക്ക് വീണിക്കുന്നു. സീൻ ആ വീട് അങ്ങനെ സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ അവിടെ എത്രയോ കാലത്ത് കൊണ്ട് കെട്ടിപ്പടുത്ത് ആ വീട് എത്ര ദിവസം കൊണ്ട് ആയിരിക്കും അവരുടെ അധ്വാനം കൊണ്ടായിരിക്കും അവർ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവുക. ആ സാധനമാണ് 4 ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടായിരിക്കും ആ ഏത് മണ്ണിനാണെന്നാൽ നമ്മൾ ശ്രദ്ധിക്കാൻ മരം ഇതൊക്കെ ഇതിന് കാരണമായിരിക്കാം. നമ്മളെ ഏറ്റവും കൂടുതൽ അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാനിതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാവരും നോർമൽ ഈ ലിവിങ് ടൈമിലോട്ട് പോകണമെന്ന് നാളെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ഡു ഇറ്റ്, ബട്ട് വിത്തിൻ ദ സർക്കംസ്റ്റാൻസസ്. അതായത് ഇങ്ങനെയൊക്കെയുള്ള ഒരു ജീവിത സാഹചര്യമാണ് അവർ പറയുന്നത്. അത് നിങ്ങൾക്ക് സാധാ ബൈക്ക് പോലെ എന്തിനാണ് ഇത്രയും വലിയൊരു ബൈക്ക്, അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും വലിയൊരു കാർ എന്നൊക്കെ ഇരിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞല്ല. എനിക്ക് ഒരു സാധാ ബൈക്കും എക്സ്പൾസ് വന്നാലും മതി. എക്സ്പൾസ് അടിപൊളി ബൈക്കാണ് പറയണത്. നമുക്ക് ഈ ഹൈവേലൊക്കെ കൂടുമ്പോൾ ചെറിയൊരു മടുപ്പ് വരുന്നുണ്ടെങ്കിൽ പോലും ഇയാൾ ഭയങ്കര ഞാൻ ഇയാൾ നമുക്ക് പോകുന്നത് ഞാൻ ഹെഡ്ലൈറ്റ് തന്നെ ഹെഡ്ലൈറ്റ് ഓട്ടക്കാരൻ അതിനോട് അപ്ഡേറ്റായി മാറും. ഇല്ല ഇപ്പം തന്നെ മാപ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ
ഓക്കെ ഓക്കെ நல்லா இருக்கீங்களா 7 കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ പറയാനില്ല കൂടുതൽ എത്തുന്നില്ല അതാണ് ഇതിൽ പെട്ടെന്ന് നമുക്ക് ഭയങ്കര സ്ലോ ആണ് കാരണം 3 മണിക്കൂർ 4 മണിക്കൂറായി അങ്ങനെയാണ് 4 മണിക്കൂറല്ലേ പക്ഷേ ഞാൻ ഇത്രയും സമയം എടുക്കലില്ല 3 മണിക്കൂറിലേക്ക് കൂടുതൽ നമ്മൾ കറക്റ്റ് ചെയ്തില്ല പറക്കേണ്ട അവസ്ഥയല്ല നൈറ്റ് ലെവലിൽ അതേപോലെ ടിപ്പുള്ള സ്ഥലമാണ് ഏതാ പറയുക കല്ലട്ടി ചുരം കല്ലട്ടി ചുരം ഭയങ്കര ഡേഞ്ചറാണെന്ന് പറഞ്ഞത് കാരണം പക്ഷെ അതിൻ്റെ ഇതേപോലെ വണ്ടി ഇതൊക്കെ വന്ന് ഇതിലുമായി നമ്മളോട് കൂടെ സെറ്റായിരിക്കുന്ന സ്ഥലമല്ല ഇത് വൈബായി ഞാൻ ഞാൻ മടുക്കുന്ന വരെയെങ്കിലും എനിക്ക് ഇവിടെ നിന്ന് നിൽക്കണം ഞാനിവിടെ നിന്നോട്ടെ എന്ന് പറയുന്നത് ഞാൻ ജോലി വരെ ഞാൻ നോക്കിയിട്ടുണ്ടാവും അതായത് ഈ ഒരു ക്ലൈമറ്റിൽ നിൽക്കാൻ വേണ്ടി സ്റ്റാൻഡ് പറഞ്ഞാൽ കുഴപ്പമില്ല കുറച്ച് കാലം ഡെയിലി ഇവിടെ വന്നത് പണ്ടത്തെ എന്താ പറയുക ടീമിൽ ഒന്നോ കൊല്ലം അങ്ങനെ നിൽക്കാന്ന് വരെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ജോലി ചെയ്യാൻ എനിക്ക് ഇങ്ങനെ ഏരിയയിൽ നിൽക്കാൻ അതൊരു അവരവിടെ മുൻകൂട്ടി കണ്ടിട്ടാണ് അവരുടെ കഷ്ടപ്പെട്ട് അറിയില്ല അമ്മനും അമ്മയും കൂടെ ഒരേ ഡയലോഗ് ഇപ്പോഴെന്തായി വണ്ടി ബ്ലോക്കായി നമ്മളെന്തെങ്കിലും ഒന്ന് ചോദിക്കാം കത്തിയാൻ മേടിക്കുക വടിവാളാൻ മേടിക്കുക കാരണം ബാംഗ്ലൂരിലൊക്കെ ഇപ്പം പേടിയാണ് സത്യം പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടി അവർ ഏത് നാട്ടുകാരാണെങ്കിലും നമ്മളെ ഗൂഡല്ലൂർ ഇപ്പോൾ നമ്മൾ വരും ഒരു 10-15 മിനിറ്റ് ആ ശരി ഇടം കഴിഞ്ഞാൽ ഇറക്കം കഴിഞ്ഞാൽ ഗൂഡല്ലൂർ മറ്റേ ടൗണിലോട്ട് ഈ ഗൂഡല്ലൂരിൻ്റെ മെയിൻ സ്ഥലമാണ് വണ്ടികളൊക്കെ ഇവിടെ ഒരുപാട് അതായത് ഇവിടെ ഏറ്റവും കൂടുതൽ ഈ മറ്റേ എസ്റ്റേറ്റിൽ വർക്ക്ഷോപ്പിൻ്റെ വണ്ടികളും പിന്നെ അതേപോലെ എസ്റ്റേറ്റിൻ്റെ വണ്ടികളാണ് അപ്പോൾ വലിയ വണ്ടികളുടെ വർക്ക്ഷോപ്പാണ് ഇപ്പോൾ ഉള്ളത് വലിയ വഴി കാണാൻ ബൈക്കുകൾ ഇവിടെ ഇതാണ് കാരണം മൈൻഡ് വേറെ മൂന്നാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഇങ്ങനത്തെ ക്ലൈമറ്റിന് സെറ്റായിട്ട് ജീവിക്കും ഇവിടെ അപ്പോൾ അത് വേറെ നാട്ടിൽ കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ കാണാമല്ലോ നമ്മുടെ എടുത്തിക്കണം ഞാനങ്ങനെ പോവുക എന്നുള്ള ജോലി എത്ര വേണം എല്ലാവരും അരിപ്പോട്ട് കൂടുതലൊരു ഉള്ളങ്ങളിലേക്ക് കിടക്കുന്നതാണ് ആൾക്കാരുടെ നമ്പർ അടിച്ച് കൊടുക്കാം ബന്ധപ്പെട്ടാണെങ്കിൽ ഫോട്ടോയും കൊടുക്കാം ചിലപ്പോൾ കൂടുതലൊരു കൂടെ ഭാഷ ആൾക്കാർക്ക് കണ്ടുപിടിക്കുന്നുണ്ടാവും വലിയൊരു മ്യൂസിക് ലിസ്റ്റിൽ കൂടെ നിൽക്കാറുണ്ടെങ്കിൽ വന്നത് മുതലായി ഇവിടം വരെ ഒരു വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം കൂടുതലൂരെത്തി
ഇവിടെ നിന്നൊരു വ്ളോഗ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. കാരണം കൂടല്ലൂർ വരെയുള്ള റൈഡ് തന്നെ അടിപൊളി റൈഡായിരുന്നു. ഇത്രയും ഫീലിംഗ് ഇതുള്ള കിട്ടുന്ന റൈഡായിരുന്നു. കുഴപ്പമില്ല, സെറ്റാണ്. എല്ലാവരും ഹാപ്പി എനിക്കെപ്പോഴും തോന്നാറുണ്ട്. അതായത് ഞാൻ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഹിൽ സ്റ്റേഷനിലൊക്കെ ആൾക്കാർ, അതേപോലെ കടലിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ they are tend to be more happier than peacefully who are here who are in plains, not near anything but in plains. കാരണം അങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞു അല്ലാണ്ട് ശരിയാവണമെന്നില്ല. എൻ്റെ ഒരു ഇതിൽ അവർക്ക് കുറച്ചും കൂടെ ഒരു ഇഷ്ടമാണ്. അവർ സ്റ്റാൻഡേർഡാണ് കുറേ കൂടെ കാര്യങ്ങളൊക്കെ. ഇൻ്റർനെറ്റൊക്കെ എത്തിയിട്ട് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ആവുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടൊക്കെ വിവരങ്ങൾ അറിയാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നു. നമ്മുടെ നാട്ടിലത്തെ വണ്ടിയായിട്ടാണ് അറിയുന്ന ആൾക്കാരെല്ലാം ടൗണും മഞ്ഞിനെ സാധനമുണ്ട്. 100 രൂപ സാധനങ്ങൾക്ക് ഇത് ഞാൻ കാണിച്ചതാണ്. ഞാൻ ഫോട്ടോസിൽ എടുത്തോണ്ടിരിക്കുന്നത് ഞാൻ നോർമൽ ബാഗാണ്, ലഗേജൊന്നും അല്ല. അപ്പം ബാഗ് നനയുന്നുള്ളതുകൊണ്ട് ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് 2 കവർ വാങ്ങി ആ കവറിലിട്ടിട്ട് കെട്ടിയിട്ടുണ്ട്. ആ കവറിന് കഴുത്തിലൊരു ഓട്ടയിട്ട് സെറ്റാക്കിയിട്ട് 5 രൂപേൻ്റെ സാധനം ഇവൻ 100 രൂപയ്ക്ക് വിൽക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിക്കുക, ഏതാ മൈൻഡ് കാണിച്ച് അല്ലേ? people are having brilliant innovation. ഒരു ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോവേറ്റീവ് ഇന്നോവേഷൻ ഇന്നത്തെ ഇറ്റ് മേക്സ് ലോട്ട് ഓഫ് മണി ഔട്ട് ഫോർ യു. മനസ്സിലായോ? ഇനിയിപ്പം നോർമൽ ജനങ്ങളുടെ ഒരു ഇതില്ല. അത് മോഡലാണ്. ഇതേപോലെ പണ്ട് എത്ര ബ്ലോക്ക് ഉണ്ടായിരുന്നു. കൊച്ചിയിലേക്ക് വന്ന് നമ്മൾ ഉണ്ടാക്കിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് പണ്ട് 10 വാർത്ത ചെയ്യുന്നു. ഓ എല്ലാവരും ഒരു ഹാപ്പിയാണ്. ഈ ടൗൺ ആ ടൗൺ മുഴുവൻ നന്ദി ഇതാണ് മറ്റേ ഗൂഡല്ലൂർ സെൻറ്റർ. ഗൂഡല്ലൂർ സിഗ്നലിൽ ലെഫ്റ്റിൽ പോയാലാണ് ബന്ദിപ്പൂർ മറ്റേ മസനഗുഡിയൊക്കെ വരിക. റൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ ആ കേരളത്തിൽ നേരെ ഊട്ടി പോകുന്നതാണ്. നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിൽ പോകുന്നത്. കാരണം അങ്ങനെ നേരെ ബാംഗ്ലൂർ പോകണമെന്നുണ്ടായിരുന്നു. പണികളായിട്ട് പോയിക്കൊണ്ടിരിക്കുക. എനിക്കൊരു ലോകമാക്കണം പോലും തന്നെ ഉദ്ദേശിച്ചില്ല. ഒരു എഡിറ്റിംഗ് ഇങ്ങനെ നമുക്ക് ചെറു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് ചാർജ് എടുത്ത് ചെയ്യുന്നതാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം നല്ലതാണോ അറിയാമെന്നുള്ളത്. അതിന് അഭിപ്രായം പറയാം. ഇതുപോലെ രണ്ട് ഫോൺ ഓടിക്കുന്നത് ഞാൻ നിർത്തി കൊടുക്കും. കുട്ടിയായാലും ഞാൻ നിർത്തി കൊടുക്കും. ഫോൺ അടിക്കുന്നു അതറിയാം. നമ്മളെ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ ആയിരുന്നത് ആദ്യം. ഇവിടെ ആയിരുന്നു പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വേറൊരു കുന്നുപോലും സ്ഥലമുണ്ട്. അവിടെയായിരുന്നു എൻ്റെ വീട്. ഇപ്പം പുള്ളി വേറെ കൂടെ മാറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിൻ്റെ തറവാട് ഇപ്പോഴും അവിടെ തന്നെയാണ്. അതാ ഓ ഇത് പവർവാണ്. അത് കിട്ടില്ല മല എഴുതിക്കോട് വന്നേട്ടാ. അങ്ങനെ പോയിട്ട് നമ്മൾ ഒരാളെ ഗൂഡല്ലൂർ ടൗണിലും ആ ടൗൺ തന്നെ ഫുള്ള് വന്നതാണ്. അത് നമ്മൾ ഇട്ടിട്ടാണ് ആ സ്ഥലത്തേക്ക് ആൾക്കാർ സംഭവം ആ സ്ഥലങ്ങൾ ഫുൾ വന്നത്. പിന്നെ എന്താ പറയാനുള്ള അടിപൊളി ഒരു വൈകായി ചൂടൊന്നുമില്ല. നമ്മളിപ്പോൾ ചൂടൊന്നും ഈ പാലക്കാട് വൈകിൻ്റെ അവിടെ കോട്ടത്തുണ്ട് നല്ല ചൂടായിരുന്നു. നല്ല ചൂടെന്ന് പറഞ്ഞാൽ അങ്ങനെ
ഇടിമിന്നാണ് മൊത്തത്തിൽ. ഈ വഴിയാണ് കേട്ടോ ദേവർഷോല പാട്ടവയലൊക്കെ പോകുന്നത്. ഈ വഴി നേരെ നമ്മളെ ബാംഗ്ലൂരിലും, അതായത് ഇത് റൗണ്ട് അബൌട്ട് കിട്ടും. ആ റൗണ്ട് അബൌട്ടിൽ നിന്ന് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ, ബന്ദിപ്പൂർ, കാശ്മീരി ബന്ദിപ്പൂർ ബാംഗ്ലൂർ, മറ്റേ അവിടെ നേരെ പോയിട്ടുണ്ടായിരുന്നു ദേവർഷോല പാട്ടവയൽ, കണ്ണൂർ, വയനാട് ഒക്കെ പോകുന്നത്. കണ്ണൂരിലൊക്കെ പോകാം. അതൊരു അടിപൊളി വഴിയാണ്. അത് ബാക്കി സ്ഥലങ്ങളാണ് അത്. അപ്പോൾ അത് ഇതേപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വഴിയും ക്ലൈമറ്റും, അത് മാത്രമല്ല ആനിമൽസും കുറച്ചുകൂടെ അൺയൂസ്ഡ്